ഈ വെള്ളാപ്പള്ളിയുടെ ഒരു പണ്ടത്തെ ഒരു പ്രശസ്തമായ ഒരു ട്രോളുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതാണ്, ഏഷ്യാനെറ്റ് അങ്ങ് തൂറി മെഴുകുകയാണല്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് മാത്രമല്ല, മീമായിട്ടൊക്കെ അത് വന്നിട്ടുണ്ട്, വളരെ ഇതായിട്ട് വന്നിട്ടുണ്ട്. തൂറി അങ്ങ് മെഴുകുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളാപ്പള്ളി പറഞ്ഞ ആ വാചകം കടമെടുത്താൽ നമ്മുടെ ഈ CPM PM ശ്രീ പദ്ധതിയെ ചൊല്ലി മെഴുകുകയാണ്. മെഴുകി ഇതിനകത്ത് കിടന്ന് ഉരുണ്ട് മെഴുകി ഈ ദുർഗന്ധം വമിക്കുകയാണ്. മാത്രമല്ല മെഴുകിയിട്ട് ഇവരെ ദേഹം മുഴുവൻ ഇതും പുരട്ടിക്കൊണ്ട് നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേരളത്തിൽ ജനങ്ങൾ. എന്നിട്ട് ഇത് സുഗന്ധമായി കണ്ടുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങളല്ല ഇത് അവനാണ് അവസ്ഥയിലാണ്. സത്യത്തില് ഗതികെട്ട ഒരു അവസ്ഥയാണ്. ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥ ഒരിക്കലും CPM ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ 10 വർഷം ചെയ്തു കൂട്ടിയതെല്ലാം ഓരോന്നായിട്ട് തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുകൂടി ഒരു പരിക്കും ഇല്ലാതെ UDF സർക്കാർ രക്ഷപ്പെട്ടു പോവാണ്. ഇതൊക്കെ സത്യത്തിൽ UDF സർക്കാരിനെയൊക്കെ ബാധിക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. നമ്മൾ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, PM ശ്രീ പദ്ധതി നടപ്പാക്കാത്ത ധാരാളം സ്വകാര്യ വിദ്യാലയങ്ങളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെയൊക്കെ മക്കളൊക്കെ അവിടെ പഠിക്കും. മാത്രമല്ല ഈ PM ശ്രീ നടപ്പിലാക്കിയ സ്കൂളിൽ പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന എത്ര നേതാക്കന്മാർ MP കോട്ടയിലും മക്കൾക്കെല്ലാം അഡ്മിഷൻ വാങ്ങിക്കും. ഇതാണ് എന്താണ് PM ശ്രീയെ ഇവർ ഇത്ര ഭയക്കാനുള്ള കാരണം. കാവ്യവൽക്കരണം വരുമെന്നാണ് ഈ പറയുന്നത്. അവരെന്താണ് ചെയ്തത്? അവരെ ശരിക്കും എന്താ ചെയ്തത്? ഇന്ത്യ ചരിത്രം കുറച്ച് കൂടുതൽ കയറ്റാൻ തീരുമാനിച്ചു. ആ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നാണ് ഇവരുടെ അവകാശവാദം. വളച്ചോ ഒടിച്ചോ ആയിക്കോട്ടെ, പക്ഷേ ഈ സർക്കാർ പറഞ്ഞ കരിക്കുലത്തിന്റെ കാര്യം ഞങ്ങൾ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒപ്പിട്ട് കൊടുത്തത് LDF സർക്കാരാണ്. ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആഗോള സൈദ്ധാന്തികൻ M സ്വരാജ് പൂമരൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. സത്യാനന്തര കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനൊക്കെ ചില വീക്ഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ മറ്റൊരു പൂമരന് പഠിക്കുന്ന ജെയ്ക്ക് C തോമസ്, ഇവരൊക്കെ കൂടി ഇന്നലെ കടന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ രീതിയിൽ മെഴുകുകയായിരുന്നു. എന്താണ് കാര്യം? ഇന്നലെ VD സതീശൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? PM ശ്രീയിൽ തുടരും, PM ശ്രീയുടെ ഫണ്ടും വാങ്ങും. പക്ഷേ അതിനായിട്ട് ഞങ്ങളൊരു ഉപസമിതിയെ മന്ത്രിസഭ അതിന് വിഷ്ണുനാഥിനെയും റോജി M ജോണിനെയും മറ്റേ ഇവരെ മുസ്ലിം ലീഗിലെ ഷംസുദ്ദീനെയൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ട്, ഈ മന്ത്രിമാരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉപസമിതി രൂപീകരിച്ചു. ഈ ഉപസമിതിയുടെ നിർദ്ദേശങ്ങൾ അറിയിക്കും, കരിക്കുലത്തിൽ അവർ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഇതൊക്കെയാണ് പറഞ്ഞ് ഇതേ ഉപസമിതി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും രൂപീകരിച്ചു. അവിടെയാണ് കാര്യമുള്ളത്. ഇവര് ആദ്യം ഒപ്പിട്ടു, LDF സർക്കാർ ഒപ്പിട്ടിട്ട് അപ്പോൾ ഇത് ആരും അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, LDF യോഗം അറിഞ്ഞിട്ടില്ല. അപ്പോൾ CPIക്കാർ ഇതെങ്ങനെ വിവരം ചോർന്ന് കിട്ടി? ഇടപെട്ടപ്പോൾ ശരി എന്നാ പിന്നെ കാര്യം ചെയ്യാം, നമുക്ക് കത്തയക്കാം. ഇത് ചെന്ന് ഒപ്പിട്ട് ചക്രവും വാങ്ങിച്ചതിന് ശേഷം കത്തയക്കണം. കത്തെങ്ങനത്താണ്? കത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് മുന്നണിക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ ചില ആശയ ഭിന്നതകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് സംബന്ധിച്ച് ഒരു ഉപസമിതിയെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതുവരെ ഒന്ന് നിർത്തി ചേരണമെന്നാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ കുന്തം വേണ്ട നിർത്തിക്കോ എന്നല്ല. അതാണ് പറഞ്ഞത്. ഞങ്ങൾ ഒപ്പിട്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിയത് SSK ഫണ്ടാണ് എന്ന് പറയുന്നത്. SSK ഫണ്ട് സർവശിക്ഷ അഭിയാൻ, SSK എന്ന് പറയുന്നത് സർവശിക്ഷ കേരള എന്ന് പറയുന്നത് അതിനുള്ള ഫണ്ടാണ്. ഈ PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ ഈ ഫണ്ട് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങ് ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഫണ്ട് പോയി ലാപ്സായി പോകും. മാത്രമല്ല കാശ് വാങ്ങിച്ചു കഴിഞ്ഞില്ലേ, LDF സർക്കാർ വാങ്ങിച്ച് ആ കാശെടുത്ത് എന്തിനും ഉപയോഗിച്ചെന്നുള്ള ദൈവം തന്നെ പറയാറ്, അതിൻ്റെ അന്വേഷിച്ച് വെക്കേണ്ടി വരും. അതാണ് ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സെസ് പിരിച്ചതിന്റെ പൈസ ഒന്നും കാണാനില്ല. പിന്നെ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കടമെടുത്ത 4000 കോടി അവിടെ ഇട്ടിട്ടാണ് പറഞ്ഞത് ഞങ്ങളെല്ലാം പിരിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇന്നലെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ പൂമരൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പൂമരൻ എന്ന് പറയുമ്പോൾ M സ്വരാജ് സോഷ്യൽ മീഡിയ അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് AK സെന്ററിൽ തന്നെയാണ് പത്രസമ്മേളനം നടത്തി. ഗോവിന്ദമാഷ് സ്ഥലത്തില്ല, അത് തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആയിരിക്കാം. എന്തായാലും ചോദ്യം വന്നു പത്രക്കാരുടെ നിന്ന്. അപ്പൊ ഇയാൾ കിടന്ന് ഉരുളൽ മാത്രമല്ല, മറ്റേ ഭാഷയുണ്ട്, സൈദ്ധാന്തിക ഭാഷ. MA ബേബിയും P രാജീവും ഗോവിന്ദമാഷും വരെ ഇപ്പൊ അന്തം വിട്ട് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ സാധാരണ മനുഷ്യന്റെ വഴി സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് CP അജിത എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറാണ് ചോദിച്ചത്, എന്താ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു എന്നൊരു വാക്ക് കണ്ട് അവർ പറഞ്ഞു. അതിൽ കയറി പുള്ളി പിടിച്ചു. കാരണം ഉരുളാനിയിൽ അനിൽകുമാറും അരുൺകുമാറും ജയിക്കും ഒക്കെ ഉരുളുന്ന പോലെ കിടന്ന് അതേ കയറി പിടിച്ചിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയഥാർത്ഥമായതിനെ യാഥാർത്ഥ്യമാണെന്ന് വരുത്തക്ക രീതിയിൽ നമ്മൾ കണ്ടു എന്നുള്ള രീതിയിൽ. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിനകത്ത് ഒപ്പിട്ടു എന്താ കാവ്യവൽക്കരണത്തിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ഇത് കാവ്യവൽക്കരണം അന്നേ അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞുകൂടാ. സിമ്പിൾ, ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള ചോദ്യം. അതെ, പക്ഷെ ഇതിനയാൾ മറുപടി പറഞ്ഞില്ല.
പറയാൻ പറ്റില്ല. ഇതിന് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് ഇയാൾ അവിടെ കിടന്ന് ഉരുണ്ട് ഇതിലെല്ലാം അങ്ങ് പോട്ടെ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ പുറത്ത് കിടന്ന് ഇവർ PM ശ്രീക്കെതിരെ ഘോരം പിന്നെ വായിട്ടലയ്ക്കുക. ഈ മന്ത്രി അപ്പൂപ്പന് PM ശ്രീ എന്തോ ആണെന്ന് പോലും അറിയില്ലായിരുന്നു ഈ ശിവൻകുട്ടി. എന്നിട്ട് ഇയാൾ ഇവിടെ കിടന്ന് വായിട്ടലച്ച് മകൻ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. അതെ, വായിട്ടലയ്ക്കുന്ന എപ്പോഴാ? ഒപ്പിട്ട് 1 മാസം കഴിയുന്നിടം വരെ ഈ പുറമെ ഇവർ ഇതിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് കൂടെയുള്ള CPI പോലും അറിഞ്ഞിട്ടില്ല. സ്വന്തം മന്ത്രിസഭാംഗങ്ങൾ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു അന്ന് ഓർത്തോളാം അന്നത്തെ മന്ത്രിസഭ. അതാണ് ആക്ടിങ്. അതാണ് പിന്നെ കരിക്ക് വെബ് സീരീസിനകത്ത് അനൂകെ അനിയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഈ ബംഗാളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബംഗാളിയായിട്ട് അഭിനയിക്കുമ്പം അദ്ദേഹത്തെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് പെണ്ണിൻ്റെ വരൻ്റെ സുഹൃത്തുക്കളായിട്ട് ആക്ട് ചെയ്യാൻ കൊണ്ടുപോകും. അവിടെ ചെന്ന് ഓരോന്ന് പറയുമ്പോഴും ഇവൻ വിഡ്ഢിത്തരം പറയുമ്പോൾ അപ്പുറത്ത് നിന്നും കണ്ണുരുട്ട് കാണിക്കുമ്പോൾ ഇവനെ പറയുന്നുണ്ട്, ഓ ആക്ടിങ് എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് ഇത് ആക്ടിങ് ആണ് ഇവരുടെ ഭാഗത്ത് നടന്നത്. ഈ മന്ത്രി അപ്പൂപ്പനൊക്കെ എന്തൊരു ആക്ടിങ് ആയിരുന്നു. പണ്ടത്തെ ശുഷ്കാന്തിക്ക് ശേഷം ഉള്ള ഏറ്റവും വലിയ ആക്ടിങ് ആയിരുന്നു PM ശ്രീയിൽ ഉണ്ടായിരുന്നത്. ഈ PM ശ്രീയിൽ എന്താണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് ആരെ ബോധ്യപ്പെടുന്നത്? ഇപ്പം നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗ് വരെ PM ശ്രീക്ക് അനുകൂലമായി. അതിനെ നല്ല കാര്യം എടുക്കാം. കരിക്കുലത്തിലല്ലേ മാറ്റം വരുത്തുണ്ടോ? പൈസ വാങ്ങട്ടെ. വേറെ ഒരുപാട് പദ്ധതികൾ പൈസ ഉണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട്. ഇവരൊക്കെയാണെങ്കിൽ മക്കളെ 5 സ്റ്റാർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പൈസ ഉണ്ട്. അല്ല സാധാരണക്കാർ മക്കളുടെ പോയി പഠിക്കും. CBSEയുടെ പുസ്തകത്തിലാണ് ഇത് വന്നതെന്നാണ് ഇവർ പറയുന്നത്. 8 മുതൽ 10 വരെയുള്ള പുസ്തകം. ബാക്കിയുള്ളവർക്ക് സ്കൂളുകളൊക്കെ അവർക്കൊക്കെ ഇഷ്ടമുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ 8 മുതൽ 10 വരെയുള്ള പുസ്തകത്തിൽ ഈ ഇന്ത്യ ചരിത്രത്തിൽ വളച്ചൊടിക്കൽ ഉണ്ടാകുന്നു, ഇവിടെ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ ശ്രദ്ധിക്കണം. BJP സർക്കാർ എനിക്ക് തോന്നുന്നത്, ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ട് വായിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു ഇവർ ഈ മുഗളന്മാരെയും മുസ്ലിം ഇൻവേഷനെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ സമരവും മറ്റു കഥകളും കയറ്റിവിടുന്നു എന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ ഈ ചരിത്രം എന്ന് പറയുന്നത് ഈ മുഗളന്മാരുടെ കാലത്ത് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യാന്തര കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സത്യമല്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പലതും അന്ന് ആശാമാരെ എഴുതി വയ്ക്കുക, നമ്മൾ വിശ്വസിക്കുക, അത് നടപ്പിലാക്കാൻ ചെയ്യുക. നമ്മുടെ നാട്ടിൽ എത്ര പേര് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്? ഈ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ചേർന്ന് മലയാളം പരിഭാഷയുണ്ട് അതിൻ്റെ. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിനൊടുവിൽ ഓരോ സ്ഥലത്തെയും കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ടാണ് അത് വരുന്നത്. അതിപ്പോൾ പിന്നെ സോണി ലിവിൽ സീരീസ് ആയിട്ട് കിടപ്പുണ്ട്. വരുന്നുണ്ടോ അത്? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളത് ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു കഴിയുമ്പോഴാണ് ഈ ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെടാനിടയായ കാര്യവും ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ വർഗീയ ലഹള ഉണ്ടായ കാര്യം, ഈ വിഭജനത്തെ തുടർന്നുണ്ടായ ലഹളയും അതിനുശേഷമുള്ള പുനരധിവാസവും ഗാന്ധിജിയുടെ കൊലപാതകവും ഒക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചു വരുന്ന ഒരു സംഭവമാണ്. ഞാനത് എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാണ്. പിന്നീട് രണ്ടാമത് ഞാൻ ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് ചതൽ നിന്ന് പോയതിനെ തുടർന്ന് ഞാൻ രണ്ടാമത് ഈ പുസ്തകം വാങ്ങി. മലയാളം പരിഭാഷ ഉണ്ട്. അപ്പം ഞാനത് വാങ്ങിയിട്ട് പകുതി വരെ അത് വായിച്ചു വെച്ചു. കാരണം അത് ചരിത്രം അറിയാവുന്നവർക്കാണ്. പിന്നെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് വാചകം അടിക്കാൻ വരുന്നവർ ഇതായാലും ഒരെണ്ണം വായിച്ച് നന്നായിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. വായിക്കുന്നത് മോശമാണ്, വായിക്കാൻ പാടില്ല. ഭാഷയിൽ പറയാമോ? വരാൻ പാടില്ല. PM ശ്രീ എന്തോ കുഴപ്പമാണ്, എന്തോ കാര്യമാണ് എന്ന് പറഞ്ഞു. ഈ PM ശ്രീ എന്ന് പറയുന്ന ഒരു ബാനറിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കൊണ്ടുവരുന്നു. വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് ഇതിൽ ലയിപ്പിക്കുന്നു. ഈ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ PM ശ്രീയിൽ ഒപ്പിടണം. ഈ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടു. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചതല്ലേ, ഇവിടെ ഈ RSS സംഘടിപ്പിച്ച ആ ചടങ്ങിൽ ഞങ്ങളൊക്കെ പോയിരുന്ന ചടങ്ങിലത്തേക്ക് 3 വൈസ് ചാൻസലർമാർ വന്നു. അതിൻ്റെ പേരിൽ CPM വലിയ ബാളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നെ ഈ സംഘത്തിലെ പെട്ട ഒരാളാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നാളെ തൊട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി നേതാക്കന്മാരുടെ പ്രധാനമന്ത്രി എന്ന് പോയി കാണുകയോ അദ്ദേഹം അങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കുകയോ ചെയ്യില്ല എന്ന് തീരുമാനിക്കുമോ എന്ന് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഷോയല്ലേ ഈ പറയുന്ന PM ശ്രീ. ഇപ്പം വെളിയിൽ നിന്ന സതീശനാണേലും ഇവരതിലും ഈ അണ്ടിയോടെടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയാമെന്ന് പറയുന്നത് അറിയത്തുള്ളൂ. ഇപ്പം എന്താണെങ്കിലും സംസ്ഥാന സർക്കാർ വലിയ കടത്തിൽപ്പെട്ട് ഉഴലുകയാണ്. ഈ PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് SSK ഫണ്ടിന്റെ കുടിശ്ശിക മേടിച്ചെടുത്തു എന്ന് പറയുന്ന ഇവർ ഈ ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇതിന്റെ പേരിൽ ഇത് വിദ്യാഭ്യാസത്തിനും സ്കൂളുകളുടെ ഉന്നമനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഫണ്ട് വരുന്നത്. ഈ പിണറായി മുഖ്യമന്ത്രി പദത്തിന് ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിദേശ ടൂറും കൂടെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു, പേരക്കുട്ടിയുടെ വെക്കേഷൻ തീരുന്നതിന് മുമ്പ്. പക്ഷേ എന്നിട്ട് അത് നടന്നതുമില്ല. എനിക്കൊന്നും അനുമതി കൊടുക്കാത്തതായിരിക്കും അപ്പോഴും. എന്തായാലും PM ശ്രീയിലെ കാര്യത്തിൽ ഇന്നലെ അതുപോലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് നമ്മുടെ ജേക്സി തോമസ് തേഞ്ഞൊട്ടി പതിവ് പോലെ തന്നെ ജിൻഡോയും വേറെ മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരനും കൂടി എടുത്ത് കാലേ വാരി അലക്കുന്നുണ്ട്. കാരണം ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ്? ഇതിൽ അവർ പോയി ഒപ്പിട്ടത് എന്തുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്.
ഈ പിണറായി വിജയനും ഈ ശിവൻകുട്ടിയും മാത്രം അറിഞ്ഞിട്ടാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. മന്ത്രിസഭാംഗങ്ങളെ പോലെ അറിയിക്കാതെ അത് ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ് പേടിച്ചിട്ടാണ്. ഭയന്നിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. ഭയന്നിട്ടാണ്, അത് ഭയന്നിട്ടാണെന്ന് തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ല അതാണ് കാര്യം. ഭയം എന്ന് പറഞ്ഞത് വലിയൊരു വികാരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അതെ, അതാണ് ജെയ്ക് സി തോമസിനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് എം എ ബേബിയും കൂടെ ഡൽഹിയിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് വീണമോള വീട്ടിൽ ലഹള നടത്തിയതിന് പിടിച്ചുകൊണ്ട് പോയി പ്രതിഷേധിച്ചതിന് 52 കിലോമീറ്റർ ദൂരെ കൊണ്ട് വണ്ടി ഇറക്കിയിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പൊരുന്നകോഴി പോകുന്ന പോലെ തത്തിയാണ് ബേബി ചാടി. പറ്റൂല, ഞാൻ പോകില്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ഡൽഹി പോലീസുകാരുടെ അടിയെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഗംഭീര അടിയായിരിക്കും കൊടുക്കണം. അവർക്ക് ദേശീയ ജനറൽ സെക്രട്ടറി അവർക്ക് ബാധകമാവില്ല. അന്ന് പിണറായി വിജയൻ ഇത് ഒപ്പിടാനുള്ള നിർബന്ധിതനായി തീർന്നിരുന്നു എന്ന് വേണം കരുതാൻ. ഭയമാണ് ഇവരുടെ എല്ലാം മുന്നോട്ട് നയിക്കുന്ന വികാരം, ഭയമാണ്. എല്ലാം പേടിച്ച് ചെയ്യുന്ന കക്ഷികളാണ്. എന്താണെങ്കിലും ശരി, PM ശ്രീയുടെ കാര്യത്തിൽ ചലിക്കാൻ, വാ തുറക്കാൻ കഴിയാത്ത വിധം സഖാക്കൾ പൂട്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആഗോള സൈദ്ധാന്തികൻ M സ്വരാജിനടക്കം ഇതിനെക്കുറിച്ച് എങ്ങനെ നിർവചിക്കാൻ പറ്റും? ഇയാളൊക്കെ ഇപ്പൊ തെറി വിളിക്കുന്ന ആരെയായിരിക്കും എന്നറിയോ? പിണറായി വിജയനെ ആയിരിക്കും. കാരണം പിണറായി വിജയനായിരിക്കുമല്ലോ. അല്ല, ഈ സൈദ്ധാന്തികങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ നിലവിൽ P രാജീവ്, ഗോവിന്ദ മാഷ്, അദ്ദേഹം തന്നെ പറഞ്ഞു, മര്യാദ സംസാരിക്കാൻ പറഞ്ഞു, ഗോവിന്ദ മാഷ്, അതുപോലെ M എ ബേബി, ഇവരെല്ലാം ഇപ്പോൾ സാധാരണ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനും നമ്മൾ സത്യാനന്തര കാലഘട്ടത്തിനും അദ്ദേഹത്തിന് ഇനി തൊട്ട് കുറച്ച് മലയാളത്തിൽ സംസാരിക്കുക. ഈ സംസ്കൃതം ഞങ്ങൾക്ക് അത്ര വലിയ പിടിയുള്ളൊരു ഭാഷയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷാശുദ്ധി ഒന്ന് മാറ്റിപ്പിടിച്ച് നമുക്കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ ഇനി തൊട്ട് വിശദീകരിച്ച കാര്യങ്ങൾ നന്നായിരിക്കും. പിന്നെ ഞാൻ P രാജു പറഞ്ഞ കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കാണിച്ചു വീഴ അവസ്ഥ ഈ പിണറായിയുടെ തലയെ വെച്ച് എന്താണ് ഞാനല്ലെങ്കിൽ പിന്നെ വേറെ ആരുണ്ടെന്നുള്ള ആ ഒരു അടിക്കുറിപ്പ് വെച്ചുകൊണ്ട് പോയതാണ് അവസ്ഥത്തിനെല്ലാം കാരണമായെന്ന് P രാജു പച്ചയായ ഭാഷയിൽ അങ്ങ് പറഞ്ഞു. M എ ബേബിയും പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചെന്താണ്. ഇനി അതുപോലെ സത്യാനന്തര കാലഘട്ടമൊക്കെ ഇനി എന്തെങ്കിലും വരട്ടെ. നിങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതോടുകൂടി സത്യം തിരിച്ചു വന്നു എന്നുള്ളതാണ്. കാരണം മുഴുവൻ പച്ചക്കള്ളം പറയുമായിരുന്ന 10 വർഷം കേരളത്തിലെ ജനങ്ങളെ പച്ചക്കള്ളം മാത്രം പറഞ്ഞ് വിഷമിപ്പിച്ചിരുന്ന ഒരു സർക്കാർ പോയപ്പോൾ ഇത് സത്യാനന്തര കാലഘട്ടം ആയിരിക്കും. ഇനി സത്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചൊന്ന് കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാണ്. എന്തായാലും PM ശ്രീയിൽ പെട്ടുപോയ സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ.